ക്രിസ്മസ് ഇങ്ങ് അടുത്ത് വന്നു അല്ലേ? അപ്പം പാർട്ടിയുടെ സമയമായി അല്ലേ? അപ്പം പാർട്ടി നമുക്കുണ്ടാക്കാം. ഞാൻ ആദ്യമായിട്ട് വെക്കാൻ പോകുന്നത് നമ്മുടെ റൗണ്ട് സ്ലൈസ്ഡ് ഗർക്കിൻസ് ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ബോട്ടിലിനകത്ത്. അത് വെക്കാം നമുക്ക്. ആദ്യം ചീസ് വെച്ചു. ഇനി നമ്മൾ ഗർക്കിൻ നമുക്ക് ക്യാരറ്റ് വയ്ക്കാം. ഇത് വയ്ക്കുന്ന സ്പിനാച്ചാണ്. നമ്മൾ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നു. ഇപ്പം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ചെറിയ ബണ്ണിൻ്റെ അകത്തുള്ള ചെറിയ ബണ്ണ് കൊണ്ടുള്ള ബർഗർ പോലെ ചെറുതായിട്ടുണ്ടായിരിക്കുന്ന ഒരു ഡിന്നർ റോൾ പോലെ ചെറുതായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്. അത് നമുക്ക് ഓൺട്രേ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ അടുത്തതായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. പാൻ ഫ്രൈഡ് ചിക്കനാണ്. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. ഇത് നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, പാൻ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ്. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അതിനുവേണ്ടി 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക്ക്, 2 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ വിനിഗർ. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ ചിക്കൻ ഇവിടെ നമ്മൾ കഴുകി മുറിച്ച് വെള്ളം വന്നിരിക്കുകയാണ്. ഇത് നമുക്കിതിനെ മാറിനേറ്റ് ചെയ്യാം. 1.5 കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ. അതിൻ്റെ എമൗണ്ടാണ് ഞാൻ മാറിനേഡ് പറഞ്ഞത്. 1.5 കിലോ ചിക്കൻ ഉണ്ട്. ചിക്കൻ ബ്രസ്റ്റ് സ്കിൻലെസ് ബോൺലെസ് ആണേ. ഇവിടെ ചിക്കൻ ഇവിടെ മാറിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂറെങ്കിലും മിനിമം ഇരിക്കണം കേട്ടോ. ഇതിവിടെ ഇരിക്കട്ടെ. സ്റ്റൗ കത്തിച്ച് നമ്മുടെ കാസ്റ്റ് അയൺ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തു. എണ്ണ ചൂടായിട്ടുണ്ട്. ഇപ്പം ഇനി നമുക്ക് നമ്മുടെ ചിക്കന് ഓരോന്നോരോന്ന് എടുത്ത് വയ്ക്കാം. ഒരു അരമണിക്കൂറെങ്കിലും മിനിമം ഒന്ന് മാറിനേറ്റ് ചെയ്ത് കിട്ടണം കേട്ടോ. I know. How many parties they having?
അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ബൈ ബൈ. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന 2 ഐറ്റമാണ്. താങ്ക് യു വെരി മച്ച്. ബൈ ബൈ.